നിമിഷപ്രിയയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് ഭർത്താവ് ടോമി തോമസ്. ഇന്ത്യ യമൻ സർക്കാരുകളുടെ സഹായത്താൽ അമ്മയെ വീണ്ടും കാണാൻ കഴിയുമെന്ന് നിമിഷയുടെ മകൾ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയോട് വീഡിയോ കോളിൽ സംസാരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ടെന്നും ടോമി തോമസ് ന്യൂസ് 18 പറഞ്ഞു. നിമിഷപ്രിയയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് ഭർത്താവ് ടോമി തോമസ്. ഇന്ത്യ യമൻ സർക്കാരുകളുടെ സഹായത്താൽ അമ്മയെ വീണ്ടും കാണാൻ കഴിയുമെന്ന് നിമിഷയുടെ മകൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയോട് വീഡിയോ കോളിൽ സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നും ടോമി തോമസ് ന്യൂസ് 18 പറഞ്ഞു. മനു ഭരത് ചേരുന്നു. മനു, വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആ കുടുംബമല്ലേ? വലിയ പ്രതീക്ഷയിലാണ് കുടുംബം ഉള്ളത്. പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ ഭർത്താവ് വ്യക്തമാക്കുന്നത് തന്റെ മകൾക്ക് വീഡിയോ കോളിലൊക്കെയാണ് അമ്മയുമായി സംസാരിക്കാൻ കഴിഞ്ഞത്. വളരെ കുഞ്ഞാകുമ്പോഴാണ് അമ്മയിൽ നിന്ന് പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പിന്നീട് ചിത്രങ്ങളിൽ മാത്രമേ അവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബ്ലഡ് മണിയോ അല്ലെങ്കിൽ ദിയ എന്ന് വിളിക്കുന്ന ബ്ലഡ് മണിയോ അതിന്റെ സാമ്പത്തിക നഷ്ടമോ ചോദിച്ചാൽ ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം ചോദിക്കുകയാണെങ്കിൽ അത് നൽകാൻ തയ്യാറാണ് എന്ന് അവർ പറയുന്നു. ഇന്ത്യ അതുപോലെ യമൻ സർക്കാരുകളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് നിമിഷപ്രിയയെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ കഴിയും, സുരക്ഷിതമായി എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടത്തിവരികയാണ് എന്നവർ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഈ കുഞ്ഞു മോൾക്ക് അമ്മയുടെ സ്നേഹവും കരുതലും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തലാൽ അബ്ദുവിന്റെ കുടുംബവുമായി ബന്ധപ്പെടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ശ്രമം നടക്കുന്നതായാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നയം വ്യക്തമാക്കിയിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്, സാധ്യമായ എല്ലാ വഴികളിലും ഇടപെടൽ നടത്തുന്നുണ്ട്, അവരുടെ കുടുംബവും അതിനുവേണ്ടി അശാന്തരം പരിശ്രമിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ആ ശ്രമത്തിൽ തന്നെയാണ് രാജ്യം. ഏതായാലും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. കാരണം 2017 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 18 അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. പിന്നീട് അത് യമനിലെ പരമോന്നത കോടതി വരെ ആ ശിക്ഷ ശരിവെക്കുന്നു. ഒടുവിൽ അത് യമനിലെ പ്രസിഡന്റ് റാഷദ് അൽ അലീമിയുടെ മുന്നിൽ എത്തുന്നു. പക്ഷേ ദയാഹർജിയും തള്ളിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ തന്നെ നടപ്പിലാക്കിയേക്കും എന്ന വിവരങ്ങൾ വന്നത്. പക്ഷെ അപ്പോഴാണ് ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നു. അവിടുത്തെ ഒരു ആചാരം അനുസരിച്ച് കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ, ഒപ്പം ആ ഗോത്ര വിഭാഗത്തിലെ നേതാക്കളും മാപ്പ് നൽകുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഒപ്പം ഇതിന് ദിയ അഥവാ ബ്ലഡ് മണി എന്ന ഒരു തുക നൽകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അത് ചോദിച്ചാൽ അത് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് നൽകാൻ കഴിയും എന്നാണ് ഇപ്പോൾ കുടുംബം വിശ്വസിക്കുന്നത്. അപ്പൊ അമ്മയെയും മകളെയും ഒന്നിപ്പിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് ഇപ്പോൾ കുടുംബത്തിന് ഉള്ളത്. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.